പ്രശുദ്ധമായിരുന്ന അറേബ്യ ഇന്ന് വളരെ പ്രശാന്തമാണ്. അറേബ്യക്ക് ഇന്നൊരു പുതിയ ഭരണാധികാരിയുണ്ട്. സൗന്ദര്യത്തിന്റെ 100 മേനി അഴകുള്ള രാജാവ്. ആ സൗന്ദര്യം വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞൊഴുകുന്നത് ആർക്കും ആസ്വദിക്കാനാവും. മക്ക മടിച്ചു നിന്ന സമയത്ത് 2 കൈകളും നീട്ടി ആവേശപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു മദീന. അതിന്റെ കുളിര് അനുഭവിക്കുകയാണ് ഇന്ന് മദീന. ആ മദീനയുടെ തെരുവിൽ 2 പേർ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ആർക്കെന്നറിയോ കൂട്ടരെ? ഒരാൾ മദീനയുടെ വനമ്പാടിയായ ബിലാൽ റളിയല്ലാഹു അൻഹു, മറ്റേയാൾ ഹിഫായ് ഗോത്രത്തിലെ സമുന്നതനായ അബൂ ദർ റളിയല്ലാഹു അൻഹു. 2 പേരുടെയും തർക്കം ഒരൽപ്പം അതിരുവിട്ട് കിടന്നിരിക്കുന്നു. അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ഉള്ളിൽ നിന്നും തിക്കി തിരക്കിലൂടെ നാവിലൂടെ പുറത്തു ചാടി കൈവിട്ടു പോയി. കറുത്തവരുടെ പുത്ര! ആ വാക്കേറ്റ് ബിലാൽ റളിയല്ലാഹു എന്ന കറുത്ത മനുഷ്യൻ ചാട്ടുള്ളിയേറ്റ പോലെ പിടഞ്ഞു. ബിലാൽ തങ്ങൾ ആദ്യമായി കേൾക്കുന്ന വാക്കല്ല ഇത്. ജീവിതത്തിന്റെ സിംഹഭാഗം ബിലാൽ തങ്ങൾ ഇത് കേട്ടാണ് വളർന്നത്. പിന്നെ എന്തേ ബിലാൽ തങ്ങൾ നൊന്തത്? ഉടൻ ബിലാൽ തങ്ങൾ വിഷമത്തോടെ തിരിഞ്ഞു നടന്നു. മദീന പള്ളി ലക്ഷ്യം വെച്ച് ആഞ്ഞു നടന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അബൂ ദർ റളിയല്ലാഹു വിറച്ചു നിന്നു. ബിലാൽ തങ്ങൾ പോകുന്നത് സംസ്കാരത്തിന്റെയും മാനുഷിക മൂല്യങ്ങളുടെയും രാജഗുരുവായ മുത്തറസൂലിന്റെ ചാരത്തേക്കാണ്. ബിലാൽ തങ്ങൾ പോകുന്ന അതേ വഴിയിലൂടെ തന്നെ അബൂ ദർ റളിയല്ലാഹു വരുന്നുണ്ടായിരുന്നു. ബിലാൽ തങ്ങൾ മുത്തുനബിയുടെ അടുത്തേക്ക് നീങ്ങി വിനയത്തോടെ തന്റെ സങ്കടം ബോധിപ്പിച്ചു. യാ റസൂലല്ലാഹ്, എന്നെ അബൂ ദർ കറുത്തവളുടെ പുത്ര എന്ന് വിളിച്ചു നബിയെ. അത് കേട്ട് മുത്തുനബിയുടെ സുന്ദരമായ മുഖം ചുവന്നു തുടുത്തു. മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കാനാവാതെ അബൂ ദർ റളിയല്ലാഹു തല കുനിച്ചു. യാ അബൂ ദർ, ജാഹിലിയ്യ കാലത്തിന്റെ ഹദമുകളും ഇൽമുണ്ടോ ആ മനസ്സിൽ? മുത്തുനബിയുടെ ശബ്ദം അബൂ ദർ റളിയല്ലാഹുവിന്റെ ചെവിയിൽ ഇടിനാദമായി പെയ്തു. മനസ്സ് വിങ്ങിപ്പൊട്ടി. മുഖത്തെ രക്തയോട്ടം നിലച്ച പോലെ തോന്നി. ഒന്നും മുറിയാടാതെ അബൂ ദർ റളിയല്ലാഹു ഇറങ്ങി നടന്നു. പിന്നാലെ ബിലാൽ തങ്ങൾ വരുന്നുണ്ടായിരുന്നു. ബിലാൽ തങ്ങളോട് പ്രായശ്ചിത്തം ചെയ്യാനായി അബൂ ദർ റളിയല്ലാഹു ആ വഴിക്ക് കുറുകയായി മണ്ണിൽ കൈ ചേർത്തു കിടന്നു. ആ വഴി മുറിച്ചു കടക്കാനാവാതെ ബിലാൽ തങ്ങൾ അവിടെ നിന്നു. ആശങ്കയോട് ചോദിച്ചു, എന്തേ കാണിക്കുന്ന അബൂ ദർ? അതിന്റെ മറുപടി ഒരു കരച്ചിലായിരുന്നു. ബിലാലെ, എന്റെ പ്രിയപ്പെട്ട ബിലാലെ, താങ്കളുടെ ആ കറുത്ത കാലുകൊണ്ട് എന്റെ വെളുത്ത കവിളിൽ ചോട്ടു ബിലാലെ. എന്തായത് അബൂ ദർ? ഇല്ല, താങ്കൾ എന്റെ കവിളിൽ ചോട്ടിട്ടല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേൽക്കില്ല. എന്റെ ഉള്ളിലെ അധമബോധം നശിക്കട്ടെ. അത് കണ്ട് ബിലാൽ തങ്ങളുടെ കണ്ണുകളിൽ നിന്നും ചൂടുപാഷ്പം അണപൊട്ടിയൊഴുകി. കുനിന്ന് ബിലാൽ തങ്ങൾ ആ വെളുത്ത കവിൾ അമർത്തി ചുംബിച്ചു. എന്റെ പ്രിയപ്പെട്ട അബൂ ദർ, ഈ കവിൾക്ക് ചവിട്ടാനുള്ളതല്ല, മുത്തം വെക്കാനുള്ളതാ. ആ 2 സുഹൃത്തുക്കളും പരസ്പരം കെട്ടിപ്പിടിച്ചു. 2 പേരുടെയും കണ്ണുകളിൽ നിന്ന് ഉതിർന്നു വീണ ചുടുപാഷ്പത്തിന്റെ ഉപ്പ് അലിഞ്ഞ് ഒന്നായി ചേർന്നു. അതെ, മുത്തുനബി പഠിപ്പിച്ചു തന്ന സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയും പ്രവൃത്തിയുമാണ് നാം അവരിൽ കണ്ടത്. സുഹൃത്തിനോട് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പോലും പറയരുത് എന്ന് പഠിപ്പിച്ചു തന്ന മുത്തുനബിയുടെ ചര്യകൾ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.